Camera, rolling, action. മെട്രോമാറ്റിനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കർണിക സിനിമയിലെ ഡയറക്ടറായ അരുൺ വെമ്പാലയാണ്. നമസ്കാരം. ഇത് ഫസ്റ്റ് മൂവിയാണല്ലേ? എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ എങ്ങനെയാണ് ഫോം ആയത്? ഞാൻ ബേസിക്കലി ഈ ഫീൽഡ് അല്ല, ശരിക്കും എൻ്റെ MRI ടെക്നോളജിസ്റ്റാണ്. കുവൈറ്റ് വർക്ക് ചെയ്യുകയാണ്. ഞാൻ കുവൈറ്റിലൊരു MRI സ്കാൻ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുകയാണ്. ഇത് ഇപ്പോൾ 12 വർഷമായിട്ട് പാഷനുണ്ട്. ഡയറക്ഷൻ അല്ല, മ്യൂസിക്കാണ് എൻ്റെ മെയിൻ പാഷൻ. അപ്പം അങ്ങനെ ഇപ്പോൾ 2 വർഷം മുമ്പാണ് ചെറിയ ആൽബങ്ങൾ കുഞ്ഞു ചെയ്ത് തുടങ്ങിയത്. ഇപ്പം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, ഇരുളിൻ്റെ രാജകുമാരി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ സിനിമ ഉണ്ടെങ്കിൽ മനസ്സിലാവും. ചെറിയ പോർഷൻ, ഇടയ്ക്കത്തെ ചെറിയ പോർഷൻ ഷോർട്ട് ഫിലിമിന് വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. മനസ്സിലായി, ആ ഒരു കഥയായിരുന്നു. അത് ഞാൻ സോൻ സാറിനെ കാണിച്ചു. സാറിൻ്റെ ഒരു അഭിപ്രായം, ഒരു അപ്രീസിയേഷൻ മേടിക്കാൻ വേണ്ടി സിനിമ ഒന്നും മനസ്സിലായില്ല. പക്ഷെ സാറ് കണ്ടപ്പോൾ സാർ ഇങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്തു, നിങ്ങൾക്ക് സിനിമയാക്കിക്കൂടെ അപ്പം അത് ഇപ്പം അതിനകത്തോട് കുറച്ച് ത്രില്ലറും ഒരു ഇൻവെസ്റ്റിഗേഷനും ഒരു മിസ്റ്ററി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വലിയ പടമാക്കിയിട്ട് ഇപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ബഡ്ജറ്റിലെടുത്ത പടം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പം എങ്ങനെയായിരുന്നു അതിന്റെ ക്വാളിറ്റി, എത്രത്തോളം ഉണ്ടായിരുന്നു? ലൈക്ക് എന്തായിരുന്നു, ക്യാമറ ഉപയോഗിക്കുന്നതാണെങ്കിലും അതിനെക്കുറിച്ച്? ചെറിയ പടം എന്നതിലുപരി നമുക്കെല്ലാം ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഒരു പടം തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ നമ്മുടെ പൈസ നോക്കാതെ, നമ്മുടെ റെമ്യൂണറേഷൻ നോക്കാതെ, നമ്മൾ മാക്സിമം അധികം ബാർഗെയിൻ ചെയ്യാതെ മാക്സിമം നമ്മളെയും കൊണ്ട് പറ്റുന്ന ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം എഡിറ്റിങ് ഞാൻ തന്നെയാണ് മെജോറിറ്റിയും ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, മ്യൂസിക് വൈസ് ഒക്കെ നമ്മളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി മീൻസ് ഇപ്പം നമ്മളൊരു മെയിൻ ഒരു അസൈൻ ചെയ്യുന്ന ആളിപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ എഡിറ്റർ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയ മെയിൻ DOP നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴും ബഡ്ജറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കുള്ളിൽ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് ശരി നമുക്ക് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാനിപ്പം എഡിറ്റിംഗ് യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. യൂട്യൂബ് നോക്കി അതിൻ്റെ ട്രിക്സ് ഒക്കെ പഠിച്ച് എഡിറ്റിംഗ് ഞാൻ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ അവിടെ കുറേ ഫണ്ട് ഒരുപാട് കട്ട് ഓഫ് ആയി. സ്വന്തമായിട്ട് തന്നെയാണ് ഈ പടത്തിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തത്? അതായത് എൻ്റെ ഒരു ഫ്രണ്ട് തുടങ്ങിയിട്ടു, പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ട് വന്നായിരുന്നു അവനിടയ്ക്ക്. അപ്പോൾ ഞാൻ ടേക്ക് ഓവർ ചെയ്ത് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ലോ ബഡ്ജറ്റ് എങ്ങനെ ആയെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കട്ട് ഓഫ് ചെയ്ത് എന്നാൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ ഈവൻ ടൈറ്റിൽസ് പോലും, ക്രെഡിറ്റ്സ് പോലും 2-3 ദിവസം എടുത്തിട്ടാണ് ഞാനത് ക്രെഡിറ്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആര് കാണുമ്പോഴും പുതുമുഖങ്ങളുടെ പടമാണ്, ഇതൊക്കെ മതി, ഇങ്ങനെയായിരുന്നു കുറേ സംസാരങ്ങളാണ്, ഇതൊക്കെ മതിയുടെ. പക്ഷേ എനിക്കത് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. കാണുമ്പോഴത്തേന് ഒരേ ഒരു കുറ്റമേ പറയാവൂ, പുതുമുഖങ്ങളെന്നേ പറയാവുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം ഒരു നെഗറ്റീവ് ഇതിന് പറയരുത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ആ DOP ആണെന്നുണ്ടെങ്കിൽ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ആ ചെറിയ ക്യാമറയും വെച്ച്, അവൻ നല്ലതായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെറിയ 2-3 ലൈറ്റൊക്കെ ഉള്ളായിരുന്നു ആ പടം. അപ്പം അതെല്ലാം വെച്ചിട്ട് അതായത് ക്വാളിറ്റി ഫണ്ട് നമ്മളവിടെ കട്ട് ഓഫ് ഒരുപാട് ചെയ്തു. അങ്ങനെയാണ് ലോ ബഡ്ജറ്റ്, പക്ഷേ ഞങ്ങളുടെ ടാലൻറ്റ് മാക്സിമം അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്തപ്പോഴത്തേനും നല്ല പ്രോഡക്റ്റ് കിട്ടി. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ് ഒരു നല്ല ഇതൊരു റിയലിസ്റ്റിക് മൂവി അല്ല, ഒരു മിസ്റ്ററി നോവൽ അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലർ നോവൽ വായിച്ച് തീരുന്നത് പോലെ വായിച്ചു തീരുന്ന തൃപ്തി ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പടം കണ്ടിറങ്ങുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക. വലിയ പടങ്ങൾ കൂടെ ഞങ്ങളുടെ ഇവിടെ തള്ളിക്കളയായിരിക്കുക. ഒരു ലിസ്റ്റ് ഞങ്ങളുടെ നാളെ പടങ്ങൾ റിലീസാകുന്നുണ്ട്, അതൊരു പരിഗണന കർണികയ്ക്കൂടെ കൊടുക്കുക. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ പടം കാണുക, ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ ശുപാർശ ചെയ്യുക. Thank you so much. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.